എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. 2-3 ദിവസമായിട്ട് ഗൗരിയുടെ ശങ്കറിന്റെ വിശേഷങ്ങളും പ്രമോ വിശേഷങ്ങളും ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. പനി ആയതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും കൂടെ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ മറക്കാതെ ഞാൻ എല്ലാ ദിവസവും തന്നെ പ്രൊമോസ് എല്ലാം ഇടാട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗരിയും കമലയും കൂടെ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് ഗൗരി ശങ്കറിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം തേങ്ങ വറുത്തരച്ച കറി ശങ്കറിന് ഭയങ്കര ഇഷ്ടമാണ്. കമലയോട് ചോദിച്ചു, കമലടുത്തി ഈ തേങ്ങ പാകമായെന്നൊന്ന് നോക്കാൻ പറയണം. കമല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇച്ചിരി കൂടി ആവാനുണ്ടെന്ന് പറയാം. പെട്ടെന്ന് ഗൗരി വീണ്ടും തേങ്ങ വറക്കാൻ തുടങ്ങുന്നത് ഗൗരിയുടെ കൈ പെട്ടെന്ന് കൂടി പൊള്ളുവാണ്. പൊള്ളി കഴിയുമ്പോഴത്തേനും ഗൗരി അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കമല ഓടിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഗൗരി, എന്താ കൈ പൊള്ളിയെന്ന് നിൽക്കേ? അത് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം, നീ ഇങ്ങോട്ട് മാറി നിൽക്കേ, ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാം. അതെന്താ? അതെ, ശങ്കറിന് വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഉണ്ടാക്കുന്ന ഇഷ്ടം, അതിന്റെ പാകമൊക്കെ എനിക്കല്ലേ കൃത്യമായിട്ട് അറിയുള്ളൂ, ഞാൻ തന്നെ തയ്യാറാക്കാം, കമലടുത്ത് അവിടെ നിന്നോളാൻ പറയണം. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടിട്ട് തങ്കച്ചി വാതിലിന്റെ അവിടെ ഒന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അവനെ കയ്യിലെടുക്കാനുള്ള പരിപാടികളാ ഇവളുടെ. ഇങ്ങനെയൊക്കെ തന്നെയാ എന്റെ മോനെ ഇവള് വശത്താക്കി വെച്ചേക്കുന്നത്. ഇവൾക്കൊട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. എങ്ങനെയൊക്കെ പറഞ്ഞാൽ തങ്കച്ചി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നേരെ ഗംഗയുടെ മുറിയിലേക്കേ ചെല്ലുന്നേ. ആ സമയത്ത് ഗംഗ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഗംഗയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അല്ല, മോൾ ഈ വീട്ടിൽ മരുമോളായിട്ട് വരേണ്ടതായിരുന്നു, എന്ത് ചെയ്യാനാ, അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ ചോദിച്ചു, അല്ല അമ്മായി എന്തായി പറയണേ? ഗൗരി ഇവിടെ ഉണ്ടല്ലോ, ശങ്കറിന്റെ ഭാര്യയല്ലേ ഗൗരി, പിന്നെ എന്തിനാ അമ്മായി ഇങ്ങനെയൊക്കെ പറയണേന്ന് നിൽക്കുകയാണ്. ഗൗരി അവളുടെ കാര്യം കൂടുതൽ പറയാതിരിക്കും നല്ലതെന്ന് പറയണ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, മോൾക്കറിയാലോ, അവളല്ലായിരുന്നു ഈ വീട്ടിലെ മരുമോളായിട്ട് വരണ്ടേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗമോളായിരുന്നു. അത് ചെറുതിലേ മുതൽ ഞാനും ആഗ്രഹിച്ച കാര്യമാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി, അല്ലെങ്കിലും ഞാൻ ശങ്കറിനെ വേറെ രീതി കണ്ടിട്ടില്ല. അവൻ എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്, ഞാൻ അവന്റെ, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ തങ്കച്ചെറിഞ്ഞ, മോൾ അങ്ങനെയൊന്നും പറയണ്ട, എനിക്കറിയാന്ന് പറയാണ്. അമ്മായി എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഇപ്പൊ അവരുടെ ജീവിതത്തിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അവര് നല്ല രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോയിക്കുന്നത്. സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ശങ്കറിനാണെങ്കിൽ ഗൗരി എന്ന് വെച്ച ജീവനാണ്. ശങ്കർ ഗൗരിക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നതെന്ന് പോലെ ചില സമയം നമുക്ക് തോന്നിപ്പോന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തങ്കച്ചോ, പിന്നെ അതൊക്കെ വെറും തോന്നല് മാത്രം മോളെ. ശരിക്കും ഗൗരി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾ ഈ കുടുംബത്തിലേക്ക് വരേണ്ടതല്ലായിരുന്നു. അവൾക്ക് വേറെ അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നറിയാവോ? ഈ കല്യാണം അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവൾ ഇരുന്ന, അതിനുശേഷം ശങ്കർ ഒറ്റക്കാലെ നിന്നിട്ട് അവളുടെ വീട്ടുകാരോ ഇങ്ങോട്ട് കെട്ടിച്ചു വിടുവല്ലെന്നും പറഞ്ഞുകൊണ്ട് അവസാനം രണ്ട് വീട്ടുകാരും തമ്മിൽ അടിയും വഴക്കും ഒക്കെ. അതിനുശേഷമാണ് അവൾ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയത്. വന്നു കയറിയതിന് ശേഷം ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്നറിയാവോ? ഈ കുടുംബത്തിന് മാനം തന്നെ പോയ അവസ്ഥയായിപ്പോയി. അതിൽ നിന്ന് ഞങ്ങളൊന്ന് കരകയറി വരുന്നുള്ളൂ എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഗംഗ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അമ്മായി, ഇനിയിപ്പം ഗൗരിക്ക് അങ്ങനെ അഫയർ ഒന്നും കാണത്തില്ല, അതൊക്കെ വെറുതെ തോന്നല് മാത്രമായിരിക്കുന്നേ. ഇതേ ഗംഗമോളുടെ സ്നേഹം കൊണ്ട് പറയാ, അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ശങ്കറിന്റെ മനസ്സിൽ മുഴുവൻ നീയായിരുന്നു പറയണം. ഞാനോ? അതെ, എനിക്ക് ആ മനസ്സറിയാൻ പറ്റും. ഞാനൊരു അമ്മയല്ലേ, എന്റെ മോന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആർക്കും അത് അറിയാൻ സാധിക്കുന്നു പറയണം. ഇതേ വെറുതെ അമ്മായിക്ക് തെറ്റിദ്ധാരണയാന്ന് അമ്മായിക്ക് തോന്നുന്നാന്ന് പറയണേ. ഇല്ല ഗംഗമോളെ, സത്യമായിട്ടുള്ള കാര്യമാ. അല്ലെങ്കിൽ നീ അവനെ ഒന്ന് സൂക്ഷിച്ചോ, അവനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവനറിയാൻ നിന്നോട് അവൻ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവുമെന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് പാരയും പണിത് കൊടുത്തിട്ട് നേരെ തങ്കച്ചി മുറിയിൽ നിന്ന് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് ആദർശ് ഒരുങ്ങുവാണ്. അപ്പൊ ആദർശിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിട്ടേക്കുന്നത്. അങ്ങനെ നേരെ ആദർശ് ഓഫീസിലെത്തുവാണ്. ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന് രഞ്ജു വന്നു. രഞ്ജു വന്ന ഉടനെ ആദർശൻ രഞ്ജുവിന്റെ അടുത്ത് നിന്ന്, ആ രഞ്ജു എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടത് രഞ്ജു അത്ഭുതത്തോടു കൂടിയാണ് ആദർശിനെ നോക്കുന്നത്. സാധാരണഗതിയിൽ താൻ അങ്ങോട്ട് ചെന്ന് മിണ്ടിയാലേ മിണ്ടത്തുള്ളൂ, എങ്ങോട്ടും ഒന്നും മിണ്ടത്തില്ല. എന്നാ ഇങ്ങനെ എന്ത് പറ്റി? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്നോട് എന്താ വെച്ചാൽ കൂടുതലുണ്ടെന്ന് തോന്നല്ലോ എന്ന് പറയണെന്ന്. അത് പിന്നെ അങ്ങനൊന്നും ഇല്ല, എന്താ എന്നോടുള്ള പിണക്കങ്ങളൊക്കെ മാറിയെന്ന് ചോദിക്കുക. ഞാൻ എന്തിനാ രഞ്ജുവിനോട് പിണങ്ങിയിരിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് പിണക്കത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അല്ല, ഞാനോട് എന്നോട് പിണക്കുമായിരിക്കുന്നു. അല്ല, വൈകുന്നേരം രഞ്ജു ഫ്രീ ആണ്? എനിക്ക് അതെന്താ? അല്ല, പുറത്തൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് ഷോപ്പിങ്ങിന് വേണമായിരുന്നു. അതിനെന്താ, ആദർശാന്റെ കൂടെയല്ലേ, ഉറപ്പായിട്ടും ഞാൻ വരാന്ന് പറയണേ. ശരിയെന്ന് പറയാണ്. അങ്ങനെ ഈ സമയത്ത് വേണി എന്ത് ചെയ്യുവാണ്, ആദർശനെ വിളിക്കുന്നുണ്ട്. ആദർശനെ വിളിച്ചിട്ട് ചോദിക്കാം, എന്തൊക്കെയായ കാര്യങ്ങൾ എങ്ങനെയായെന്ന് ചോദിക്കണം. എല്ലാം ഓക്കെയാ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാ, ഇനിയിപ്പോ വൈകുന്നേരത്തെ കാര്യങ്ങൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറയണം. ശരി, ഒന്നും പാളിപ്പോലെന്ന് പറയണം. ഒന്നും പാളില്ല, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയാണ്. പിന്നീട് കാണിക്കുന്നേ
ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ടേബിളിൽ വന്നിരിക്കുമായിരുന്നു. ഫുഡ് കഴിക്കാൻ ടേബിളിൽ വന്നിരിക്കുന്ന സമയത്ത് ശങ്കർ ഇങ്ങനെ മണത്തിട്ട് ആഹാ നല്ല തേങ്ങാക്കറിയുടെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയണം. അപ്പൊ ഗൗരി വറുത്തരച്ച കറിയായിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. കൊടുന്ന് വിളമ്പ് ഗൗരി എന്നും പറഞ്ഞ് ശങ്കർ അങ്ങനെ നിൽക്കും. അപ്പൊ മഹാദേവനും ശേഖറും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ വിളമ്പാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനുമാണ് ഗംഗ ഒരു കാസ്ട്രോളുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അതെ ജസ്റ്റ് എ മിനിറ്റ് എന്നും പറഞ്ഞോണ്ട്. ഇത് കേട്ടപ്പോ തങ്കച്ചി എന്താ മോളെ? അതെ ഞാൻ നല്ല ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. ഹൈദരാബാദ് ബിരിയാണിയോ? അത് കൊള്ളാലോ എന്ന് ശങ്കർ പറയണം. അതെ ശങ്കു അവിടെ വന്നുമ്പോൾ ഹൈദരാബാദിൽ വന്നു കഴിയുമ്പോൾ നേരത്തെ ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോലും പഠിച്ചത്. ശങ്കുവിന് ഇഷ്ടമായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് വന്നേന്ന് പറയണം. ഗൗരിയുടെ മുഖം ആകെപ്പാടെ അങ്ങോട്ട് മാറി. മഹാദേവൻ പറഞ്ഞു മോളെ ബിരിയാണി കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ ഇന്ന് എനിക്ക് നല്ലൊരു മീറ്റിംഗ് ഉള്ളതാ, മീറ്റിംഗ് കൊള്ളാവോന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നു അമ്മ, ഇത് ബിരിയാണി കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ തങ്കച്ചിക്കും ഭയങ്കര സന്തോഷമായി. അപ്പം മഹാദേവന് ബിരിയാണി കൊടുക്കണം. മഹാദേവൻ കഴിച്ചിട്ട് സൂപ്പർ നല്ല ടേസ്റ്റ് എന്ന് പറയണം. അപ്പൊ തങ്കച്ചിയും കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറയണേ. പിന്നീട് ശങ്കറിന്റെ വിളമ്പാണ്. ശങ്കറിന് കഴിക്കണോ വേണ്ടയോ എന്നൊരു ഇതായിപ്പോയി. ഇനി ഗൗരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മുത്തശ്ശിക്കും വിളമ്പി, മുത്തശ്ശിയും കഴിച്ചില്ല. ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുക. ഇനിയിപ്പോ താൻ ഈ ബിരിയാണി കഴിച്ചാൽ പ്രശ്നമാവും. ഇവള് നല്ല തേങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, തന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തന്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട്. അപ്പൊ താൻ എങ്ങനെ ഈ കറി അല്ല ഈ ബിരിയാണി കഴിക്കുന്നത്? വേണ്ട, ഫുഡ് വേണ്ട, വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുത്തു പോകാൻ ഓർത്തുകൊണ്ട് അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് വന്ന് ആ തോളത്തേക്ക് വന്ന് ചാരിയിട്ട് ഗംഗ വെച്ചു. അല്ല ശങ്കർ എങ്ങോട്ടാ പോണേ? അതെ ഞാൻ പറയുന്ന അനുസരിച്ചിലേക്കുണ്ടല്ലോ മറ്റേ അമ്പലം ഇടയ്ക്ക എല്ലാം ഞാനിവിടെ പൊട്ടിക്കുമെന്ന് പറയാണ്. ഓ ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന ബിരിയാണി അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങ് പോയാൽ മതി, ബാക്കി ഞാൻ പിന്നെ പറയാന്ന് പറയണം. ശങ്കറിന് ഒരു നിവൃത്തിയില്ലാതെ വന്നു. ഇത് ഗൗരി ശ്രദ്ധിച്ചു. ചെവി പോയി ഇങ്ങനെ അതോ തൊട്ടും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഗൗരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ശങ്കർ പെട്ടെന്ന് ബിരിയാണി കഴിക്കണം. ഗൗരിക്ക് അങ്ങോട്ട് സങ്കടം വന്നു. മുത്തശ്ശി എന്ത് ചെയ്യാണ്? മുത്തശ്ശി പെട്ടെന്ന് മണി അടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ ബിരിയാണി വേണ്ടെന്ന് പറയാണ്. പക്ഷെ എങ്കിൽ ആ പറയുന്ന എന്താന്ന് ഗംഗയ്ക്ക് മനസ്സിലായില്ല. ഗംഗ കമലയോട് ചോദിച്ചു എന്താ കമലയടുത്തി പറഞ്ഞെന്ന് ചോദിക്കണം. മുത്തശ്ശിക്ക് ബിരിയാണി വേണ്ടെന്നാ പറഞ്ഞെന്ന്. പെട്ടെന്ന് ഗൗരി എന്ത് ചെയ്യാണ്? ഗൗരി ചോറും കറിയും കൂടെ കൊടുക്കുവാണ്. മുത്തശ്ശിക്ക് അത് മതിയെന്നാ പറയുന്നതെന്ന്. മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി. തൻ്റെ ചോറും കറികളും കൂട്ടാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. തങ്കച്ചിക്കാണ് ഭയങ്കര ദേഷ്യമായിരുന്നു. തങ്കച്ചി ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ബിരിയാണി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഇനി നിന്റെ തേങ്ങാക്കറിയൊക്കെ കൊണ്ട് അങ്ങോട്ടെങ്ങാനും വെച്ചാരേ, ഇത്ര നല്ല ബിരിയാണി ഉള്ളപ്പം ഇനിയിപ്പോൾ ആരാ തേങ്ങാക്കറിയൊക്കെ ഇവിടെ കൂട്ടാൻ പോണേന്ന്. മുത്തശ്ശി കൂട്ടുന്ന കഴിഞ്ഞപ്പം ഗൗരിക്ക് സന്തോഷമായി. ഈ സമയത്താണ് ആകെപ്പാടെ ശങ്കർ പെട്ടിരിക്കുമായിരുന്നു. ദൈവമേ ഗൗരി കൊണ്ടുവന്ന കറിയൊന്നും കഴിച്ചുമില്ല, ഇനിയിപ്പോൾ അവള് പ്രശ്നം ഉണ്ടാക്കുവോ ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യണം തന്നെ ശങ്കർ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഗൗരി എന്ത് ചെയ്യണം? അകത്തേക്ക് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ശങ്കറിന് മനസ്സിലായി അവൾക്ക് നല്ല സങ്കടമായിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് കാണിക്കുന്ന ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് രഞ്ജുവും ആദർശോട് പോകണം. അപ്പം ആദർശനോട് രഞ്ജു ചോദിച്ചല്ല എങ്ങനെയാ നമ്മൾ പോകുന്നത്? ആദർശന്റെ ബൈക്കിലാണോ എന്ന് ചോദിക്കുകയാണ്. ബൈക്കിനല്ല കാറിനത്. കാറിനാണോ? ബൈക്ക് മതിയായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ആദർശന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് വേണി പറഞ്ഞ കാര്യങ്ങളാ. രാവിലെ പോരാ ഇറങ്ങിയപ്പോഴത്തേനും ബൈക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ വേണി പറഞ്ഞു ബൈക്ക് വേണ്ട ആദർശേട്ടാ, കാർ മതിയെന്ന്. എന്താന്ന് വെച്ചാൽ ബൈക്കിലാകുമ്പോൾ ഷോപ്പിങ്ങിന് പോയി ശരിയാവത്തില്ലെന്ന്. കണ്ടോ അവളെല്ലാം മുൻകൂർ കണ്ടിട്ടുണ്ട്. ബൈക്കിനാണ് രഞ്ജു കെട്ടിപ്പറിച്ച് പുറയിലിരിക്കും, കാറാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. നിന്റെ ബുദ്ധി അപാരം തന്നെ വേണിയെന്നും പറഞ്ഞുകൊണ്ട് മനസ്സിൽ അവളെ പുകഴ്ത്തിക്കൊണ്ട് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് നേരെ ഷോപ്പിങ്ങിൽ കയറുവാണ്. അങ്ങനെ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ രഞ്ജു ചോദിച്ചു അല്ല ആദർശേട്ടാ എന്ത് വാങ്ങാനാ പോകുന്നത്? എനിക്ക് ഡ്രസ്സ് എടുക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട ആദർശോട് നീ വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറുവാണ്. കയറി കഴിഞ്ഞിട്ട് ആ സെയിൽസ് ഗേളിനോട് ചോദിച്ചു അല്ല ഈ ചുരിദാർ സെക്ഷൻ അത് അപ്പുറം ഉണ്ട്, വാ കാണിച്ചു തരാന്ന് പറയണം. അതിനകത്തേക്ക് കയറിയിട്ട് തിരഞ്ഞെടുക്കണം. അപ്പൊ രഞ്ജു തനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതൊക്കെ എടുക്കണം. ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒരെണ്ണം എടുത്തിട്ട് ചോദിച്ചു ഇതെങ്ങനെയുണ്ട് ആദർശേട്ടാന്ന് ചോദിച്ചു. അല്ല ഇത് കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നീട് വന്നാൽ ആ കളർ വേണ്ട വേറെണ്ണം എടുക്കാന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് അത് വാങ്ങിയിട്ട് പറഞ്ഞു അതെ നല്ല ഹൈറ്റ് ഉള്ള ആളാ, അപ്പൊ ഇച്ചിരി വലുത് വേണമെന്ന് പറയണം. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് രഞ്ജു ആദർശിനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.